അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ രാവും നാളത്തെ പകലും എല്ലാവർക്കും അറിയാം എന്താണെന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ രാവ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്. പലരും ചോദിക്കാറുണ്ട്, സൗദി അറേബ്യയിൽ ഇന്നലെയായിരുന്നല്ലോ, ഇന്ന് 27ആണ്, ഇന്നലെ രാത്രി 27 രാവാണ് സൗദി അറേബ്യയിൽ. അപ്പോൾ അവിടെ ലൈലത്തുൽ ഖദ്ർ അങ്ങനെ ആണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 27 രാവിനായിരുന്നുവെങ്കിൽ ഇന്നലെ ആയിരുന്നല്ലോ, നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇന്ന് രാത്രിയാകുന്നത് എന്ന് ആശങ്കപ്പെടുന്നവരും ചോദിക്കുന്നവരും മനുഷ്യ മനസ്സുകളെ ഇക്കിളിപ്പെടുത്തുന്നവരുമുണ്ടാകാം. അത് വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടും ഈ ഭൂമിയുടെ കിടപ്പ് മനസ്സിലാക്കാത്തത് കൊണ്ടും എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ആണ് ഈ സംശയം വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിൽ ഇന്നലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ രാവിലാണ് നമുക്ക് ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എങ്കിൽ അമേരിക്കയിലോ? നമ്മുടെ നേരെ ഓപ്പോസിറ്റിലാണല്ലോ അമേരിക്ക ഉള്ളത്. നമുക്ക് പകലാണെങ്കിൽ അവർക്ക് രാത്രിയാണ്, നമുക്ക് രാത്രിയാണെങ്കിൽ അവർക്ക് പകലാണ്. ഇപ്പം നേരം വെളുത്തു, ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞു. എന്നാൽ അമേരിക്കയിൽ കറക്റ്റ് 7:15 മഗ്രിബ് കഴിഞ്ഞു. അപ്പോൾ അവിടെയോ? ഇവിടെ രാത്രിയാണല്ലോ, ലൈലത്തുൽ ഖദ്ർ എന്നാണല്ലോ പറയുന്നത്, നിർണായകമായ രാത്രി. അപ്പോൾ ഇവിടെ രാത്രിയാണെങ്കിൽ അവിടെ പകലാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ലൈലത്തുൽ ഖദ്ർ അമേരിക്കയിൽ ഉണ്ടാവുന്നത്? ഇനി അമേരിക്കയിലുള്ള രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ അവിടെ ഉണ്ട് എങ്കിൽ നമുക്കിവിടെ പകലായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആശങ്ക വെക്കരുത് ഒന്നിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സൂമു ലി റുയത്തിഹി വ അഫ്തിറു ലി റുയത്തിഹി എന്നാണ്. മാസപ്പിറവി കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, മാസപ്പിറവി കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക എന്നാണ്. നമ്മളെല്ലാവരും മാസപ്പിറവി കണ്ടത് തിങ്കളാഴ്ച വൈകിട്ടാണ്. ചൊവ്വാഴ്ചയായിരുന്നു നമ്മുടെ നോമ്പ് സ്റ്റാർട്ടിങ്, പക്ഷേ തിങ്കളാഴ്ചയായിരുന്നു സൗദി അറേബ്യയിൽ നോമ്പ്. അപ്പോൾ സൗദി അറേബ്യയിൽ നോമ്പ് തിങ്കളാഴ്ച ആയതുകൊണ്ട് നമുക്കെന്തുകൊണ്ട് തിങ്കളാഴ്ച പിടിച്ചുകൂടാ എന്ന ചോദ്യം അസ്ഥാനത്താണ്. കാരണം നമ്മൾ പിറ കണ്ടിട്ടില്ല. പിറ കണ്ടാൽ നോമ്പ് നോക്കണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 7:15 നമ്മൾ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞു. എന്നാൽ സൗദി അറേബ്യയിൽ സുബ്ഹി ആയിട്ടില്ല, അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ. അപ്പോൾ അവിടെ സുബ്ഹി നിസ്കരിക്കുന്ന ടൈമിൽ നമ്മൾ സുബ്ഹി നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതുപോലെ ജപ്പാൻ പോലത്തെ സ്ഥലങ്ങളിൽ, ഇന്തോനേഷ്യ പോലത്തെ സ്ഥലങ്ങളിൽ ഏകദേശം 11 മണി കഴിഞ്ഞു. അവർ സുബ്ഹി നിസ്കരിച്ചു, ളുഹറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സമയം. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയും സൂര്യനും മറ്റുള്ള ഗോളങ്ങളെല്ലാം സഞ്ചരിക്കുകയാണെന്നും അതിൻ്റെയൊക്കെ തൽഫലമായിട്ടാണ് രാപ്പകലുകൾ ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കിയാൽ ഇതൊക്കെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. രാത്രി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രിയായില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് രാത്രിയാണ്. 24 മണിക്കൂറും രാത്രിയുള്ള സമയമുണ്ട്, പകലുള്ള സമയമുണ്ട്. അപ്പോൾ മലായിക്കത്തുകൾ വാനലോകത്തു നിന്ന് വന്ന് ഇന്ന് നമ്മുടെ ഭാഗത്ത് ഇറങ്ങുകയാണെങ്കിൽ രാത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ആ മലായിക്കത്തുകൾക്ക് അങ്ങോട്ട് നീങ്ങിയാൽ പോരെ? ലൈലത്തുൽ ഖദ്ർ അങ്ങനെ നീങ്ങിയാൽ പോരെ? ഈ ഒരു മറുപടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നിനും ഒരു സംശയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഒരു സ്ഥലം നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്നത്. നോമ്പ് പിടിക്കുന്നതും നോമ്പ് നോക്കുന്നതും ഒരു സ്ഥലം നോക്കിയിട്ടല്ല. നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, അള്ളാഹു എന്തു പറഞ്ഞു, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സ്ഥലത്തെ നോക്കിയിട്ടല്ല നാം ദീൻ തീരുമാനിക്കുന്നത്, ഒരു സ്ഥലത്തിലുള്ള പ്രവൃത്തി നോക്കിയിട്ടല്ല ദീൻ തീരുമാനിക്കുന്നത്. ഇസ്ലാം എന്തു പറഞ്ഞു, പണ്ഡിതന്മാരെന്തു പറഞ്ഞു, കിതാബ് എന്തു പറയുന്നു, ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, അത് നോക്കിയിട്ടാണ് ഇസ്ലാമിനെ നാം വിലയിരുത്തേണ്ടത്.
അല്ലാതെയുള്ള അഭിപ്രായത്തിന് യാതൊരു വിലയും ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് 27-ാം രാവ് ഇന്നത്തെ രാത്രിയാണ്, ഇന്നലത്തെ രാത്രിയല്ല, ഇന്നത്തെ വരാൻ പോകുന്ന രാത്രിയാണ്. ആ രാത്രി എന്തുകൊണ്ടും നന്നാക്കണം, എന്തുകൊണ്ടും റാഹത്തിലാക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.